അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പെർസെന്റേജ് എന്നുള്ളതാണ്. അപ്പം പല വർഷങ്ങളിലായി ഈ എക്സാംസിന് ചോദിച്ച പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് 20% ഓഫ് 250. അത് നമുക്ക് എങ്ങനെ എഴുതി ചെയ്യാം? 20% നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ 20/100. അതാണ് 20% എന്ന് പറയുന്നത്. ഓഫിന്റെ മീനിങ് ഇൻറ്റു ആണ് 250. അപ്പം 20% ഓഫ് 250 ഇത്രയോട് നമുക്ക് ഇതിന് ചെയ്താൽ മതി. സീറോസ് ക്യാൻസൽ ആയിട്ട് കളയുന്നു. 25 × 2 എന്നുള്ളത് എത്രയാണ്? 50. ഇനി അടുത്തൊരു പ്രോബ്ലത്തിൽ നമ്മൾ പോവുകയാണ്. ഫൈൻഡ് ദ വാല്യൂ when 90% of 180 is subtracted from 40% of 450. അതായത് 40% of 450 നിന്ന് നമ്മൾ 90% 180 എന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എഴുതാം 40% of 450 എങ്ങനെ എഴുതാം? 40% of 450. 40% of 450 നമ്മൾ എഴുതി. അതിൽ മൈനസ് സബ്സ്ട്രാക്ട് ചെയ്യാൻ മൈനസ് 90% of 180. 90% of 180. ഇത് ചെയ്താൽ പോലെ ഇങ്ങനെ ചെയ്യാം. സീറോസ് ക്യാൻസൽ ആക്കുക. സീറോസ് ക്യാൻസൽ ആക്കി കളയുന്നു. 45 × 4. 45 × 4 എത്രയാണ്? 45 × 4 180. 180 മൈനസ് ഇവിടെ നമ്മൾ സീറോസ് ക്യാൻസൽ ആക്കി കളയുക. 18 × 9. 18 × 9 എത്രയാണ്? 162. അപ്പം 180 മൈനസ് 162 എന്നുള്ളത് 18 എന്ന ആൻസർ. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പെർസെന്റേജ് തന്നെ അടുത്ത രണ്ട് ടൈപ്പ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈപ്പ് നോക്കാം. 50% ഓഫ് എ നമ്പർ ഇസ് 36. വാട്ട് ഈസ് ദാറ്റ് നമ്പർ? നോക്കാം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ആ നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്പർ നമുക്ക് അറിഞ്ഞുള്ളൂ. അപ്പൊ ആ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എക്സ് ആയിട്ട് നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. നമുക്ക് ബാക്കി ചെയ്യാലോ. 50% ഓഫ് എ നമ്പർ. 50% എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. 50% ഓഫ് എ നമ്പർ. നമ്പർ നമുക്ക് അറിയുള്ളൂ. നമ്പർ എന്താണ് എടുത്തത്? എക്സ് ആയിട്ടാണ് എടുത്തത്. എന്ന് പറഞ്ഞത് എന്താണ് പറഞ്ഞിരുന്നത്? 50% ഓഫ് എ നമ്പർ 36 എന്നാണ് പറഞ്ഞിരുന്നത്. 36. ബാക്കി എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിനെ മാത്രം ഇവിടെ നിർത്തുക. അതായത് നമ്പറിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിനെ മാത്രം നിർത്തുക. ബാക്കിയെല്ലാം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. 36 ഓൾറെഡി ഈക്വൽ ടു സൈൻ ഇപ്പുറത്തുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന സംഭവമാണ്. ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഓപ്പോസിറ്റ് സൈൻസ് ആവും. അതായത് ഇൻറ്റു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. ഡിവൈഡഡ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പൊ നോക്കിക്കേ, ഈ ഒരു ഇൻറ്റു 50 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ 50 ആവും. ഡിവൈഡ് ബൈ 100 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 100 ആവും. ഓക്കെ അല്ലേ? നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, സീറോസ് ക്യാൻസൽ ആയി കളയുന്നു. 5ഉം 10ഉം കൂടി പോകുമ്പോഴത്തേക്ക് എന്താണ്? 2 വരും. 36 × 2 എന്താ കിട്ടുന്നത്? 70. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. If 75% of a number is added to 75, then the result is the number itself. The numbers. അതായത് 75% of a number 75 ഇത് നമ്മൾ എന്താണ്? ആ നമ്പറാണ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കണം. അപ്പൊ 75% ഓഫ് എ നമ്പർ, നമുക്ക് ആ നമ്പർ ആകുമ്പോൾ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. 75% of a number is added to 75. Added to 75. Then the result is the number itself. Result എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണെന്ന്? ഈ നമ്പർ തന്നെ ആയിരിക്കും. അതായത് എക്സ് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്പറിനെ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? 75 × x 75x by 100 plus 75 is equal to x. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ ക്രോസ് ചെയ്യണം അല്ലേ? അപ്പം 75x by 100 ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ 7500 is equal to x എന്ന് വരും. അപ്പം 75x plus 7500 by 100 is equal to x. 100 നമ്മൾ ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു സൈൻ അപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു 100 ആവും. അപ്പൊ നോക്കിക്കേ, 75x plus 7500 is equal to 100x എന്ന് വരും. ഓക്കെ, നമുക്ക് ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിനെ ഇപ്പം കൊണ്ടുപോകാം. നമുക്കിപ്പം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം 7500 ഇവിടെ നിൽക്കും. is equal to എന്താണ്? 100x minus 75x. 100x plus 75x അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ minus 75x. അപ്പം 100 minus 75x എന്താണ് വരുന്നത്? 100x minus 75x എത്ര വരുന്നത്? 25x. 25x.
നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 7500 by 25 എന്ന് ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 300. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. In an election between two candidates, one got 55% of the total votes, 20% of the votes were invalid. If the total number of votes was 7,500, the number of valid votes that the other candidate got. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ട് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അത് ഒരു കാൻഡിഡേറ്റിന് എത്ര വോട്ട് പെർസെന്റേജ് കിട്ടി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്നത് മറ്റേ അതർ കാൻഡിഡേറ്റിന് എത്ര കിട്ടി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് കാൻഡിഡേറ്റ് 55% ആണെങ്കിൽ അതർ കാൻഡിഡേറ്റ് എത്ര ആയിരിക്കും കിട്ടിയത്? 45% ആയിരിക്കും അതർ കാൻഡിഡേറ്റ് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് കണ്ടുപിടിച്ച് എഴുതേണ്ട സംഭവങ്ങളാണ്. അപ്പൊ 45% അതർ കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. ടോട്ടൽ വോട്ട്സ് 7,500 ആണ്. പക്ഷെ എന്താണ്? 20% ഓഫ് ദ വോട്ട്സ് വേർ ഇൻവാലിഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 7,500 ആണ് ടോട്ടൽ വോട്ടെങ്കിൽ പോലും 20% ഇൻവാലിഡ് ആണ്. അപ്പം വാലിഡ് വോട്ട്സ് എത്ര ആയിരിക്കും? 80% ഉള്ളൂ. അപ്പൊ നമുക്ക് വാലിഡ് വോട്ട്സിന്റെ നമ്പർ കണ്ടുപിടിക്കാം. നോക്കാം. 7,500 20% ഇൻവാലിഡ് ആണ്. അപ്പം 80% വാലിഡ് ഉള്ളൂ. അപ്പം 7,500 80% കണ്ടുപിടിച്ചാൽ പോരെ. അപ്പം നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് എടുത്തില്ലയോ? അപ്പം സീറോസ് ക്യാൻസൽ ആക്കി കളയുന്നു. 750 into 8 എത്ര കിട്ടും? 6,000 ആണ് നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് എന്ന് പറയുന്നത്. വാലിഡ് വോട്ട്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാലിഡ് വോട്ട്സ് ദാറ്റ് ദ അതർ കാൻഡിഡേറ്റ് ഗോട്ട്. അതർ കാൻഡിഡേറ്റ് എത്ര കിട്ടിയത്? 45% നമുക്ക് കണ്ടുപിടിച്ചിരുന്നു. അപ്പം ഈ ടോട്ടൽ വാലിഡ് വോട്ട്സിൽ നിന്ന് 45% കണ്ടുപിടിച്ചാൽ പോലെ അതർ കാൻഡിഡേറ്റ് കിട്ടിയ വോട്ട്സിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ നോക്കാം. 6,000 into 45%. 60 into 45 എത്ര കിട്ടും? 2,700 വോട്ട്സ് ആണ് അതർ കാൻഡിഡേറ്റിന് കിട്ടിയ ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. A student has to obtain 33% of the total marks to pass. He got 125 marks and failed by 40 marks. The maximum mark is. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു എക്സാമിന്റെ മാക്സിമം മാർക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ട ആളെ നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന്. മാക്സിമം മാർക്ക് നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. മാക്സിമം മാർക്കിനെ നമുക്ക് എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാക്സിമം മാർക്കിൽ 33% മതി നമുക്ക് ജയിക്കാൻ അല്ലേ. പക്ഷെ ഒരാൾക്ക് എന്തായി? 125 മാർക്ക് കിട്ടി, പക്ഷെ അയാൾ തോറ്റുപോയി. എത്ര? 40 മാർക്കിനാണ് അയാൾ തോറ്റുപോയത് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും അപ്പൊ നമുക്ക് എഴുതി നോക്കാം. അപ്പം നമുക്ക് മാക്സിമം മാർക്കിന്റെ 33% ആണ് ജയിക്കാൻ വേണ്ടുന്നത്. മാക്സിമം മാർക്കിന്റെ 33% ജയിക്കാൻ വേണ്ടുന്നത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 125 മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടി, പക്ഷെ അവൻ തോറ്റുപോയി. പക്ഷെ അവൻ ജയിക്കുവാണെങ്കിൽ എത്രയും കൂടി വേണമായിരുന്നു? 40 കൂടി വേണം. അപ്പൊ നോക്കിക്കേ, ഒരു ആളുടെ മാക്സിമം മാർക്കിന്റെ 33% എന്ന് പറയുന്നത് അയാളുടെ ജയിക്കാനുള്ള മാർക്കല്ലേ. ആ ജയിക്കാനുള്ള മാർക്ക് എപ്പോഴാണ് നമുക്ക് കിട്ടിയത്? ഒരാളുടെ തോറ്റ മാർക്ക്. അതായത് എത്രയാണ് തോറ്റത്? 40 മാർക്സിനാണ് തോറ്റത് അല്ലേ. അപ്പൊ 125 + 40 ഇവ നമുക്ക് എഴുതി എടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. നോക്കിക്കേ, 33x by 100 is equal to 125 plus 40 അല്ലേ. 125 plus 40 എത്ര കിട്ടും? 165. അത് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഡിവൈഡ് ബൈ 100 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? 33x is equal to 165 into 100. ഡിവൈഡ് ബൈ 100 ഇവിടെ വരുമ്പോൾ into 100. അത് എത്ര വരും? 165 into 100 16,500. ഇനി x എന്ന് വെച്ചാൽ പോലെ x is equal to എന്ത് കിട്ടും? x is equal to 16,500 by 33. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ്? നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് നോക്കിക്കേ, 165 165 33 11ന്റെ ടേബിളുള്ള ആൾക്കാരാണ്. 165 എത്രാം വരുന്നത്? 15ന്റെ ടേബിളിൽ വരും. 33 11ന്റെ ടേബിളിൽ മൂന്നാമത് വരും. അപ്പൊ 1500 by 3 എന്ന് വരും അല്ലേ. എത്ര? അപ്പം 500 ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്.